ഈ മാച്ചും തീരുമാനമാകുന്നില്ലല്ലേ? ഇതാരാ വിളിക്കുന്ന? ഹലോ, ഞാനാ ലപ്പോട്ട. അവിടെ എന്തായി? ഇവിടെ ഒന്നും ആയില്ല. താനെന്തോ ഇങ്ങോട്ടൊക്കെ വിളിക്കുന്ന? അവിടെ എന്തായെന്ന് അറിയാൻ വിളിച്ചു. ഈ കംബാക്കിങ്സിനുള്ള പണിയും കിട്ടി. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ 3-ാം സ്ഥാനം തന്നെ ഫിനിഷ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ അടുത്ത ഒരു മാച്ചും കൂടെ കളിച്ചിട്ട് നോക്കൗട്ടിൽ എത്തുകയും ചെയ്യത്തുള്ളൂ കേട്ടല്ലേ. ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കട്ടെ. എന്നാൽ ശരി ശരി. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. കളിയും തീരുമാനമാണല്ലോ. ഇങ്ങനെ ആർബിലോ എന്ന് വിളിക്കുക. എടോ എന്തുവാടെ ഇത്? കളിയും തീരുമാനമാകുന്നില്ലല്ലോ. ആ ലപ്പോട്ടിപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളു. സാറേ സംഭവം ഇருக்கு. ഇപ്പൊ തീരുമാനമായിക്കോളാ. ഹലോ എംബാപ്പെ, ആ ഗോൾ കീപ്പർ വരുന്നുണ്ട്. പെട്ടെന്ന് ഫിനിഷ് ചെയ്യണേ. ബോൾ എടുത്തുകൊണ്ട് പോയി ഫിനിഷ് ചെയ്യണേ. ഓക്കെ സാറേ. എന്താ എന്തുവാണോ ഇങ്ങനെ? അവർ മനസ്സിലാക്കിയിട്ട് വേണ്ടേ? അവന്മാരുമായിട്ട് ബെൻഫിക്കായിട്ട് 29-ാം സ്ഥാനം കിടക്കുന്ന അവന്മാരുമായിട്ട് 3-ാം സ്ഥാനക്കാർ തോറ്റ് 9-ാം സ്ഥാനത്തേക്ക് പോയി. ഇനി അങ്ങനെ കേൾക്കാൻ എനിക്ക് ഒന്നുമില്ല. സിദാൻ പണ്ട് ക്രിസ്ത്യാനോ ഉണ്ടെങ്കിലേ റയൽ മാഡ്രിഡ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ എംബാപ്പെ ഉണ്ടെങ്കിലേ റയൽ മാഡ്രിഡ് ഉള്ളൂ. എന്തൊരു അവസ്ഥയാണോ ഇത്? ആ കിളവനിപ്പൊ എന്നെ വിളിക്കും. ആ പെർസനോട് ഞാൻ എന്തോ പറയൂടാ. ചിരിച്ചോണ്ട് ഇനി ഇവിടെ എല്ലാണോ കൂടെ താണ്ട വിളിക്കുന്ന കേര്. എന്താ സാറേ നിർത്തറോ? ആണോട്ടോ എനിക്ക്? ഞാനിപ്പോ അതാണ്ട് ഇതിലേക്കൂടെ കിട്ടിയ ഒരു ഓട്ടോയിലൂടെ രക്ഷപ്പെട്ട് ഇപ്പൊ ഷിപ്പ് ഇരിക്കും. എന്തായാലും പോർച്ചുഗൽ കളി നടക്കുന്ന നന്നായി. ഷിപ്പിൽ കയറി മുങ്ങി. സാറേ ഇപ്പൊ നമ്മളോ? നീയൊക്കെ എന്താണെങ്കിലും ചെയ്യും. എനിക്കൊന്നും അറിയാൻ വയ്യ. ഇനി അവന്മാർ ഊക്കി കൊല്ലും എന്നെ. അവന്മാരിനി ഓരോ എന്താ റയൽമാൻ ആരാധന ചോദിച്ചു നോക്കും. പാപ്പ പെറസ് എന്ന് പറഞ്ഞു ഇനി പൂപ്പ പെറസ് ആണെന്ന് ഇറങ്ങി പോകാൻ പറയാം അവന്മാര് കഴിഞ്ഞ മത്സരത്തിലെ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയെങ്കിലും അതൊന്ന് ഇതാക്കി എടുത്തോണ്ട് വന്നു. അല്ല അപ്പോട്ടെക്കാരും വിളിക്കും. ഇപ്പൊ താണ്ട വിളിക്കുന്നെങ്കിൽ കംബാക്കിംഗ് എന്ന് പറയുന്നവർ ഇപ്പോൾ എന്ത് പറ്റി പെറസേ? അതിപ്പം കംബാക്കിങ്സിന് ഇടക്കിടക്കൊക്കെ ചിലതൊക്കെ പറ്റും. ഇടക്കിടക്ക് അല്ലല്ലോ. ഇപ്പൊ ടോട്ടലി കഷ്ടമാണല്ലോ. എല്ലാം കൈവിട്ടിരിക്കുകയല്ലേ. അല്ല 3-ാം സ്ഥാനക്കാര് 29-ാം സ്ഥാനക്കാരായിട്ടുള്ള ബെനിഫിക്കയോട് തോറ്റ അവന്മാർക്ക് 24-ാം സ്ഥാനവും വാങ്ങിച്ചു കൊടുത്ത് 9-ാം സ്ഥാനത്തേക്ക് വീണ് നോക്കൗട്ടിലേക്ക് പോകണമെങ്കിൽ ഇനി ഒരു മാച്ച് കൂടെ എക്സ്ട്രാ കളിക്കണമല്ലോ. ശവത്തിൽ കുത്താതാവും. എടോ ഞാൻ ഇത്രയും ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ടീമാ. ശവത്തിൽ കുത്തുള്ളോ? താൻ അവിടെ ഓരോരുത്തന്മാർക്ക് റെഡ് ബൂളും അൽഫോമും കൊടുത്ത് തീറ്റി പറ്റുമ്പോഴേ ഇവിടെ ഞാൻ റോബസ്റ്റർ പഴം കൊണ്ടുണ്ടാക്കിയ ടീം ഇവിടെ നല്ല രീതിയിൽ പോവുകയാണോ? കാണിക്കും. എൻ്റെ പിള്ളേർ 4-1 ഇപ്പൊ ജയിച്ചിരിക്കുന്ന കോപ്പൻ. അത് കോപ്പൻ ഏകനായിട്ടല്ലേ എന്ന് വെച്ച് എൻ്റെ പിള്ളേർ ഇപ്പൊ മുന്നേറുക. താൻ എന്തോ പറഞ്ഞേ? എൻ്റെ പിള്ളേർ എക്സ്ട്രാ മാച്ച് കളിക്കേണ്ടി വരുമെന്നോ? ഒരിക്കലും ഇല്ലടോ. ഇപ്പൊ എൻ്റെ പിള്ളേർ ടോപ്പ് 8-ലുണ്ട്. താനിനി നോക്കോട്ടെ കളിച്ച് താനും എൻ്റെ പിള്ളേരും കൂടി പോര്. ഇനി എന്തോ ചെയ്യുമാരെയൊക്കെ കൊണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ള വേറെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.